അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് വൈകിയെന്ന് തോന്നുന്നു. ഞാൻ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്, അങ്ങനെയാണ് ഞാൻ വൈകിയത്. സോറി ഗൈസ്. അപ്പോൾ നമുക്ക് പുതുതായിട്ടുള്ള പാക്കുകളും അതിൻ്റെ പറ്റി ഞാൻ പറയാം. ഓക്കെ, ഈ അടുത്ത് അപ്പോൾ നമ്മുടെ മെയിൻ കാര്യത്തിലോട്ട് പോകും. അണ്ണൻ എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഇംഗ്ലണ്ടിൻ്റെ പാക്ക് നോക്കാം. തോമസ് റിയൽ ഇപ്പോൾ വന്ന മാനേജേഴ്സ് 90 പൊസിഷനിൽ ഇപ്പോൾ കാണുന്നുണ്ടോ? ഈ 90 വേണ്ടിയിരിക്കുന്നത്. അത് ഹാരി കെയ്ൻ 23 വയസ്സുള്ള ഹാരി കെയ്ൻ ഈ പ്ലേയിങ് ഫോർവേഡാണ്. ഗോൾ പോസ്റ്ററായിരുന്നു. ഓക്കെ, അതിൻ്റെ കൂടെ ഇത്രയും പ്ലെയേഴ്സിനെ കിട്ടും. ഞങ്ങളുടെ അണ്ണനെ പാക്ക് അണ്ണൻ ഈ റോബർട്ടോ മാർട്ടിനസ് കിക്ക് കൗണ്ടറാണോ? ഒരു സെറ്റ് കിക്ക് കൗണ്ടർ മാനേജർ. അപ്പോൾ ഓക്കെ, ടൈപ്പ് പറഞ്ഞ് ഗോൾ പോസ്റ്റർ അവാർഡാണോ? ഗോൾ പോസ്റ്റർ സെറ്റ്. ഇതിന് അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട്. ഫിനിഷിങ് 95 വരെ പോകുന്നതാണ് ഞാൻ കണ്ടത്. ഷൂട്ടിങ്, സീസേഴ്സിൻ്റെ ഹെഡിങ്, ലോങ് റേഞ്ചുകൾ. ഓക്കെ, അപ്പോൾ ഈ പാക്ക് എടുക്കുന്നവർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എടുക്കുന്നത്. ഞാൻ ഏതായാലും എടുക്കാൻ പോകുന്നത് അവിടെ അണ്ണൻ്റെ പാക്കാണ്. അണ്ണൻ ഫുള്ളായിട്ട് അങ്ങനെ വന്നില്ല. അപ്പോൾ നമ്മുടെ മെയിൻ കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഈ സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം പറഞ്ഞുതരാം സംഭവം. ഇത് ഇൻവിറ്റേഷൻ കോഡുണ്ടാകും. ഈ കാണുന്ന ഈ ഇൻവിറ്റേഷനുകൾ കൊടുത്തൊരു കോഡ് കാണും നിങ്ങൾക്ക്. ഫ്രണ്ട് ഇൻവിറ്റേഷൻ ക്യാമ്പയിൻ്റെ അടിയിൽ ഒരു ബ്ലൂ കളറായിട്ട് കൊടുത്തിട്ടുള്ള ഇൻവിറ്റേഷൻ കോഡ്. ആ കോഡ് നിങ്ങൾ പുതുതായിട്ട് ഈ ഫുട്ബോൾ കളിക്കാൻ വരുന്നവർക്ക് അയച്ചു കൊടുത്തിട്ട് അവർ ആദ്യം ഈ സാധനം ഉണ്ടല്ലോ, ഇത് സ്കില്ലപ്പ് വരെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അവർ എക്സ്ട്രാസിൽ പോയി ഇവിടെ പോയിട്ട് ഒരു കോഡ് അടിക്കാനുള്ള കാര്യം കാണും. അപ്പോൾ ആ ഇടത്ത് വെച്ച് കോഡൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യാം? കോഡ് അടിച്ചിട്ട് അപ്പോൾ അവർക്കൊരു 200 രൂപ കിട്ടും, നമുക്കൊരു 50. ഞാൻ ഒരു അക്കൗണ്ട് തുടങ്ങി ഒരു ഇതിൽ അയച്ചു കൊടുത്തതാണ്. അതായത് നമ്മുടെ എൻ്റെ അക്കൗണ്ട് ഉണ്ടല്ലോ, ഈ അക്കൗണ്ട് ഇത് മറ്റാണ് ഫോർസ്റ്റോപ്പ് അങ്ങനെ ചെയ്ത് ഞാൻ ഇതാക്കിയതല്ല. ഇതിനെ പറ്റിയ ആപ്സൊക്കെ ഉണ്ട്. ഈ ആപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് പാരലൽ ആപ്പ്, പിന്നെ ഒന്ന് ഐലൻഡ് എന്ന് പറയുന്നൊരു ആപ്പുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ പാരലൽ ആപ്പ് ഉണ്ടല്ലോ, ആ ആപ്പിൽ ആദ്യം നമുക്ക് ഈ ഫുട്ബോൾ എടുക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ ഈ ഫുട്ബോൾ എടുത്തിട്ട് നമുക്കൊരു ഡൗൺലോഡിങ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഡൗൺലോഡിങ് അത് നിങ്ങൾ വൈഫൈ ഉള്ളവർക്കാണ് അത് പെട്ടെന്ന് ഡൗൺലോഡ് ആയിട്ട് വരും. പിന്നെ ഐലൻഡ് എന്ന് പറയുന്ന ആപ്പുണ്ടല്ലോ, ആ ആപ്പിൽ ഐലൻഡ് എന്ന് പറയുന്ന ആപ്പിൽ കയറിയിട്ട് ഈ ഫുട്ബോൾ ആഡ് അങ്ങനെ ചെയ്തിട്ട് ഒരു പുതിയ പ്ലേ സ്റ്റോർ വരും. ആ പ്ലേ സ്റ്റോറിൽ പോയി സൈനിങ് ഒക്കെ ഇമെയിലൊക്കെ അടിച്ച് സൈനിങ് എല്ലാം ചെയ്തിട്ട് ഈ ഫുട്ബോൾ ഒരു ഇത് വരും. എന്നിട്ട് അത് ഇൻസ്റ്റാളൊക്കെ അത് കൂടി ഇപ്പോൾ ഒരു MB 2 MB അങ്ങനെ ഒക്കെ വരും. വെറുതെ ഒരു എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് വേറെ ഈ ഫുട്ബോൾ ഈ സാംസങ് ഒക്കെ ആണെങ്കിൽ പേഴ്സണൽ വർക്ക് അങ്ങനെ ഒരു ഇതുണ്ടാകും. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ആപ്സൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫുട്ബോളൊക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ സ്വൈപ്പ് ചെയ്തിട്ടാണ് സ്വൈപ്പ് ചെയ്തിട്ട് അവിടെ വർക്കെന്ന് പറയുന്നിടത്തായിരിക്കും സാംസങ്ങിലൊക്കെ ഉണ്ടാവുക ആ ഈ ഫുട്ബോൾ. അപ്പോൾ നമ്മൾ ക്ലോൺ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ഈ ഐലൻഡ് എന്ന് പറയുന്ന ആപ്പിൽ ക്ലോൺ ചെയ്തിട്ട് അതുപോലെ ഈ ഡൗൺലോഡിങ് ഉണ്ടല്ലോ, ഈ ഫുട്ബോൾ തുറന്ന് വരുന്ന ഇൻ്റർഫേസിലൊരു ഡൗൺലോഡ് ഉണ്ടല്ലോ, ആ ഡൗൺലോഡ് വൈഫൈയിൽ വെച്ചിട്ട് മാക്സിമം ചെയ്യാനോ. നെറ്റിൽ കാര്യമില്ല, നമ്മുടെ നെറ്റ് തീർന്നു പോകും. ഞാനങ്ങനെ നെറ്റിലൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, നെറ്റ് തീരും. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മറ്റേ അക്കൗണ്ടിൽ ഞാൻ ക്ലോൺ ആപ്പിൽ ചെയ്തൊരു
ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്ലോൺ ആപ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്താണ് നമുക്ക് ഈ 50 രൂപ കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പാരലൽ ആപ്പ് ക്ലോൺ ചെയ്യാൻ നല്ലതാണ്. അതിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. ഐലൻഡ് എന്ന് പറയുന്ന ആപ്പ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൽ നോ ഇഷ്യൂ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഈ ക്ലോൺ മാസ്റ്റർ അങ്ങനത്തെ ഒക്കെ ഒരു ആപ്പുണ്ട്. ഈ ക്ലോൺ മാസ്റ്റർ എന്ന് പറയുന്ന ആപ്പ് അതൊക്കെ ക്ലോൺ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ചില സമയത്ത് ഈ ഏതെങ്കിലും ഒരു ആപ്പിൽ ഡൗൺലോഡ് വരുന്നില്ല, ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നില്ല, ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞോ? ഏത് ആപ്പിലാണോ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ക്ലോൺ ആപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന് ഡീറ്റെയിൽസൊക്കെ സ്റ്റോറേജിലുണ്ടാകുന്ന ഡീറ്റെയിൽസൊക്കെ ക്ലിയർ ഡാറ്റ ആക്കിയിട്ട് ഫോർസ് സ്റ്റോപ്പ് ചെയ്യണം. ഫോർസ് സ്റ്റോപ്പ് ചെയ്താൽ നമുക്ക് വീണ്ടും അത് ഡൗൺലോഡ് ചെയ്യാൻ വരിക. അപ്പോൾ അങ്ങനെ വന്നില്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്തേക്കുക. അപ്പോൾ ആ ആപ്പിൽ വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആപ്പിൽ ക്ലോൺ ചെയ്തിട്ട് വരുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റ് ആപ്പുകൾ നോക്കാം. ഈ പാരലൽ ആപ്പ്, ഐലൻഡ്, ക്ലോൺ മാസ്റ്റർ എന്നീ പലതരം ആപ്പുകളുണ്ട്. ഈ ആപ്പിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ക്ലോൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു ക്ലോൺ ചെയ്തൊരു ഇത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ക്ലോൺ ചെയ്തൊരു ഈ ഫുട്ബോൾ ഞാൻ കാണിച്ചു. സോ ഗൈസ്, ഇതാണ് ഞാൻ ക്ലോൺ ചെയ്ത ഒരു ആപ്പ്, ഈ ഐലൻഡ് എന്ന് പറയുന്ന ആപ്പ്. ഓക്കെ, ഈ ക്ലോൺ ചെയ്തത് ഞാൻ കാണിച്ചു. സാംസങ്ങിലുള്ളത് ഇങ്ങനെ പേഴ്സണൽ വർക്ക് ഡിസ്കവർ എന്ന് പറയും. ഈ വർക്കിലാണ് ഉള്ളത് നമ്മുടെ ഈ സാധനം. ഇത് മറ്റേ ഐലൻഡ് എന്ന് പറയുന്ന ആപ്പിൻ്റെ പ്ലേ സ്റ്റോറാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ ഫുട്ബോൾ. ഹലോ, ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഐലൻഡ് ആപ്പ്, നിങ്ങൾ ഐലൻഡ് ആപ്പ് എടുക്കാം. കാരണം ഈ പാരലൽ ആപ്പിലൊരു അപ്ഡേറ്റ് ഉണ്ട്, അതായത് ഡൗൺലോഡിങ്. അത് 2000 MB. വൈഫൈ ഉള്ളവർക്ക് അത് പെട്ടെന്ന് പോകും. നെറ്റുള്ളവർക്ക് ഈ ഞാൻ പറയുന്ന ഐലൻഡ് ആപ്പ് യൂസ് ചെയ്തിട്ട് ക്ലോൺ ചെയ്തിട്ട് അതിലോട്ട് കടന്ന് ഈ ഫുട്ബോളിൻ്റെ ഒരു ഡൗൺലോഡ് ഉണ്ടാകും. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഫുട്ബോളിൻ്റെ ഒരു ഡൗൺലോഡ് ഉണ്ടല്ലോ, ഈ തുറക്കുന്ന സമയത്ത് പുതുതായിട്ട് തുറക്കുന്ന സമയത്ത് ഇൻ്റർഫേസ് ഉണ്ടാകുമല്ലോ ഡൗൺലോഡ്, അത് മാത്രമേ പ്രശ്നമായിട്ടുള്ളൂ. ആ ഡൗൺലോഡ് എന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അടുത്തുള്ള വീട്ടിൽ ഏതാ വൈഫൈ ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ചോദിച്ചിട്ടൊന്ന് ഡൗൺലോഡ് ചെയ്യാനൊന്ന് പറഞ്ഞ് ഇതാക്കിയാൽ മതി. അതുപോലെ നമുക്ക് ഈ ഇവൻറ്റ്സ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ മാച്ച് പാസിലൊക്കെ ഇത് 50 കോയിൻസ്, ഇതൊക്കെ കളിച്ചാൽ നമുക്ക് തൗസൻഡ്സിന് മേലെ കോയിൻസ് ഉണ്ടാക്കാം. അപ്പോൾ സോ ഗൈസ്, ഇത്രയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ബൈ.